കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ നമുക്ക്. എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർന്നാലും ജാനുവിന്റെ തീരില്ല കേട്ടാ. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ നമ്മൾ തന്നെയല്ലേ കഴുകി വെക്കണ്ടേ? അത് കഴുകാൻ വേറൊരാളുടെ കയ്യിൽ കൊടുക്കുന്നത് എന്തിനാ? ഇവിടെ എന്തായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ശീലിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അങ്ങനെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. അവനവന്റെ പാത്രങ്ങൾ കഴുകുന്നത് മാത്രമല്ല, എല്ലാ പണികളും ഒരു വീട്ടിലെ എല്ലാവരും ഒരുപോലെ ചെയ്തു പോണം എന്നാണ് എന്റെ ആഗ്രഹം. അതിൽ കുറെയൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഓ സോറി ട്ടാ, വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതേ എന്റെ അനിയൻ ശ്രീകുട്ടന്റെ കല്യാണത്തിന്റെ ആൽബാണ് കേട്ടാ. ആ ആൽബം കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ് കേട്ടാ. കുറെ തവണ കണ്ടിട്ടുമുണ്ട്. ഇന്ന് അച്ഛനും അമ്മയും വരുമ്പോ അത് കൊണ്ടുപോവും ചെയ്യും. അപ്പൊ അതിനു മുമ്പ് ഒന്നും കൂടി ഒന്ന് കാണാന്ന് വിചാരിച്ചു. എനിക്ക് കല്യാണ ആൽബവും കല്യാണ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ആൽബം ഒക്കെ കണ്ടതിന് ശേഷം ഇനി അവരുടെ എക്സാമിനുള്ളത് പഠിക്കാനിരുത്തിയേക്കാണ് കേട്ടാ. ഈ കൂടെ ഇരുത്തി പഠിപ്പിക്കണ പരിപാടി ഞാൻ ചെയ്യാറില്ല കേട്ടാ. എന്താന്ന് വെച്ചാൽ ചീത്ത പറയാനും അടിക്കാനുള്ള ടെൻഡൻസി ഒക്കെ വരും അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് പോരും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വന്ന് ചോദിക്കും, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് വരും. അതാണ് എനിക്കും അവർക്കും നല്ലതേ. എനിക്ക് കുഞ്ഞിതിലെ എന്റെ അമ്മയുടെ നിന്ന് നല്ല അടി കിട്ടിയേക്കണോണ്ട് തന്നെ എന്റെ മക്കളെ അടിക്കരുത് എന്നുള്ള തീരുമാനം ഞാൻ പണ്ടേ എടുത്തതാണ്. പക്ഷെ നല്ല ചീത്ത പറയാറുണ്ട് കേട്ടാ. അങ്ങനെ അവരെ പഠിപ്പൊക്കെ തീർന്നപ്പോഴത്തേക്കും മുത്തശ്ശനും അമ്മൂമ്മി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ കൊണ്ടാ വന്നിട്ടുണ്ടായിരുന്നേട്ടാ. അങ്ങനെ കുറെ നേരം ഞങ്ങൾ സംസാരിച്ച് കുറെ വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ ഇത് എന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. സിസ്റ്റർ ആണോ ബ്രദർ ആണോ എന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഇവരാണ് എന്റെ സന്തൂർ മമ്മിയും സന്തൂർ ഡാഡിയും. അപ്പൊ ഞങ്ങൾ സന്തൂർ കുടുംബം ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് ഇറങ്ങി കഴിക്കാറായ ഫ്രൂട്ട്സ് എല്ലാം പൊട്ടിക്കുക, കഴിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. എനിക്ക് തോന്നുന്നത് അച്ഛനിൽ നിന്നാണ് എനിക്ക് ഈ ചെടികളൊക്കെ വെക്കുന്നതും സംരക്ഷിക്കുന്നതായിട്ടുള്ള ശീലങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അച്ഛൻ എന്തെങ്കിലും പുതിയൊരു ഫ്രൂട്ട് കഴിച്ചാൽ അതിന്റെ കുരുവടക്കം കുഴിച്ചിട്ട് മരം ഉണ്ടാക്കുന്ന ആളാണ്. അതിനിടയില് മിറാക്കിൾ ഫ്രൂട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഇരുമ്പമ്പുളിക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാലേ ഈ പുളിയുള്ള സംഭവങ്ങൾക്കെല്ലാം ഭയങ്കര മധുരം തോന്നുവേ. അപ്പൊ മുത്തശ്ശനെ വെച്ച് പരീക്ഷിക്കായിരുന്നു കുട്ടിയോള്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നാരങ്ങയും ആപ്പിൾ ചെറിയും മൾബറിയും മിറാക്കിൾ ഫ്രൂട്ടും പേരയ്ക്കും അതെല്ലാം പറിച്ച് കവറിലാക്കി. ഇതെല്ലാം പറിക്കാനായിട്ട് സഹായത്തിനായിട്ട് രണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് മുത്തശ്ശന്റെ കൂടെ. മൾബറിയിൽ കുറെ വിറ്റാമിൻസും ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാന്നും പറഞ്ഞ് അമ്മ മൾബറിയുടെ താഴെ തന്നെയായിരുന്നു കേട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറി. കുട്ടികളാണെങ്കിലോ മുത്തശ്ശനും അമ്മൂമ്മയും തിരിച്ചു പോകുമ്പോ ഭയങ്കര സങ്കടാണ്. അവരെ പിടിച്ചു വെക്കും കുറച്ചു കഴിഞ്ഞു പോയാൽ മതി എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇടപെട്ട് ആ പിടിയൊക്കെ വിടിയിപ്പിച്ച് ഒരു വിധത്തിൽ അവരെ പുറത്തേക്ക് ഇറക്കിയതാണ്. അവര് രണ്ടുപേരും കൂടിയിട്ട് ആ വണ്ടിയുമേ കയറി ഇരിക്കുകയാണ്. ഞങ്ങളും ഉണ്ട് ആ വഴി വരെ എന്ന് പറഞ്ഞിട്ട്. ഇറങ്ങു മക്കളേന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പറയാണ്, ആ അവര് ഇരിക്കട്ടെ, അവരെ അവിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാന്ന്. അപ്പോഴത്തേക്കും പ്രശാന്ത് ഏട്ടനും എത്തി. അങ്ങനെ അവരെ അവിടം വരെ കൊണ്ടുപോയി തിരിച്ചാക്കി. അങ്ങനെ ഈ ആഴ്ചത്തെ വിസിറ്റും കഴിഞ്ഞ് അവര് പോയി.